അപ്പൊ പിന്നെ ചാവാനൊരു പെണ്ണ് വേണമല്ലോ. അതിനുവേണ്ടി കണ്ടുപിടിച്ച ആളാ ദേ ഇവള്. രാഹുൽ പറഞ്ഞതുപോലെ നേർച്ചക്കോഴി. സത്യമാണ് മോളെ ഞാൻ ഈ കേൾക്കുന്നത്? അതെ വല്യമ്മേ, മറ്റാരോടും പറയരുതെന്ന് നീല് ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. അതുകൊണ്ടാ ഇതുവരെ ഇത് ആരോടും പറയാതിരുന്നത്. അതുമാത്രമൊന്നല്ല, ഇവന് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും നാരായൺജി പറഞ്ഞ ഈ കാര്യത്തില് അത്ര വിശ്വാസം പോരാ. ചിലപ്പോ സ്വാതിയാണ് പെണ്ണെന്നുള്ളോണ്ടായിരിക്കും അങ്ങനെ. ഇപ്പൊ അവൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നാരായൺജിയുടെ പ്രവചനം നടക്കലേന്നാ. എവിടെ പ്രവചനമല്ലേ, ജാതകമല്ലേ, നടക്കാതിരിക്കോ? ഈ വിവരം കല്യാണത്തിന് മുമ്പ് നിനക്കറിയായിരുന്നു മോളെ? ഇല്ല അച്ഛാ. അതാ ഞാൻ പറഞ്ഞത് ചതിക്കായിരുന്നു. ഇവക്കെന്തെങ്കിലും പറ്റിയാ വേദയും കെട്ടി സുഖമായിട്ട് ജീവിക്കാവുന്ന മോന്റെ വിചാരം. നിങ്ങളുടെ മകന്റെ ജാതകദോഷത്തിന് ഇനി ഒരു പ്രതിവിധിയുമില്ല. കാരണം പ്രതിവിധി ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ല. സ്വാതി തന്നെയാണ് ആ പ്രതിവിധി. എന്നുവെച്ചാ? ഭാര്യാമരണം വിധിച്ചിട്ടുള്ള ഒരു പുരുഷജാതകത്തിന്റെ ദോഷം തീർക്കാനുള്ള ഏറ്റവും നല്ല ഉപായം ദീർഘസുമംഗലി യോഗം വിധിച്ചിട്ടുള്ള ഒരു സ്ത്രീ ജാതകം തന്നെയാണ്. രണ്ട് ജാതകങ്ങളുടെയും പരസ്പര വിരുദ്ധങ്ങളായ യോഗങ്ങളുടെ ബലാബലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഭാവി തീരുമാനിക്കുക. നീൽ മഹേഷിന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ മരിക്കും. സ്വാതിയുടെ ജാതകത്തിൽ ഭർത്താവ് ഉടനെ ഒന്നും മരിക്കാനിടയില്ല എന്ന യോഗവുമുണ്ട്. സ്വാതിയുടെ ജാതകത്തിലെ യോഗത്തിനാണ് ഇവിടെ ബലം. ആഹാ, നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? പിന്നെ അറിയാതെ. സ്വാതി ഉണ്ടായിരുന്നപ്പോ ഇടയ്ക്ക് രാഹുലേട്ടൻ അങ്ങോട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെയാടി അങ്ങോട്ട് വരുന്നത്? മാത്രമല്ല സത്യം പറയാലോ, നീയും ഞാൻ തമ്മിൽ ചേരത്തില്ല. പിന്നെ എന്തിനാടി നമ്മൾ തമ്മിൽ ഒരു വഴക്ക്? ആ, എന്നാ അങ്ങനെ ഒരു വഴക്കിന് വേണ്ടിയാ ഞാനിപ്പോ വന്നത്. ചെറിയമ്മേ, കടുപ്പത്തിലൊരു ചായ എടുത്തോ. ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം, അതല്ലേ നിനക്ക് വേണ്ടത്? ആ അതെ. ആ നീയാ? വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെടി? ആ കുഴപ്പമില്ല. ആ നിന്റെ അച്ഛന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? ആർക്കറിയാം, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അച്ഛന്റെ കാലം കഴിഞ്ഞാൽ നീയാ നോക്കി നടത്തേണ്ടത്. അരിക്കടയിലോ? ഞാനോ? വേറെ പണിയില്ല. ഇടി അരിക്കച്ചവടത്തിന് എന്താ കുറവ്? ചെറിയച്ച, ഞാൻ വളരെ സീരിയസ് ആയ ഒരു കാര്യം രാഹുലേട്ടനുമായി ഡിസ്കസ് ചെയ്യാനാ വന്നത്. ബിസിനസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. അറിഞ്ഞല്ലോ അല്ലേ ഞാൻ ആ ആലോചന നടത്തിയതും അത് നടക്കാതെ പോയതും? ഗിരിയുടെ പറയുന്ന കേട്ടു. നിനക്ക് വിഷമമുണ്ടല്ലോ എന്ന് കരുതിയാ ആരും എന്നെപ്പറ്റി ചോദിക്കായിരുന്നു. സത്യം പറയാലോ, നീ കാണിച്ചത് ശുദ്ധ തോന്നിയാസ. എന്തിനാടി ആ പാവത്തിന് ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്? ഞാൻ അത്ര കുഴപ്പക്കാരിയാണോ? ആണോന്ന്? അണുബോംബിനേക്കാൾ മാരകമായ ആപത്താണ് നീ. പതുക്കെ പതുക്കെ അവള് കേറിക്കൊണ്ടിരിക്കുക. അധികം വൈകാതെ അവൾ ആധിപത്യം സ്ഥാപിക്കും. അതോടെ ഞാൻ പുറത്ത്. അങ്ങനൊന്നും സംഭവിക്കില്ല. നിനക്കെന്നെ മനസ്സിലാവാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്കറിയോ, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവിടെ സദ്യയൊക്കെ ഒരുക്കുക. എന്നിട്ട് ഞാനതിന് പോകുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ നിന്റെ ഒപ്പം ലഞ്ച് കഴിക്കാൻ പോകുന്നത്. എനിക്ക് വലുത് നീയാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ ഷർട്ട് ഇട്ട് നീലിനെ എനിക്ക് കാണാൻ വേണ്ട. ഇട്ടുപോയില്ലേ, എന്ത് ചെയ്യാനാ? ദാ, ഇത് ഞാൻ വാങ്ങിയ ഷർട്ടാ. അത് ഊരി ഇതിടണം. ഇവിടെ വെച്ചോ? വീട്ടിൽ പോയിട്ട് പോരെ? പോരാ. ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. മതിയോ? അവള് തന്ന ഷർട്ടല്ലേ ഇത്?
അവള് തന്ന ഒന്നും നീലിന് ആവശ്യമില്ല, മനസ്സിലായോ? എന്നാ ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന്. താങ്ക് യു. വീട്ടില് വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ. എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവർക്കും സംശയം. അത് മാറണം. അത് മാറണമെങ്കിൽ ഞാൻ നീലിന്റെ ആണെന്ന് എന്റെ വീട്ടുകാർക്ക് തോന്നണം. അതിന് നമ്മൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോണം. ട്രിപ്പോ? അതെ, ട്രിപ്പ്. പക്ഷേ സംഭവിച്ചു പോയി. അതിന്റെ പേരില് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയാ തോറ്റു പോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് ഇവളെ സ്വന്തം മോളെ പോലെയാ. അയാൾക്ക് അത്ര വാശിയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ വല്യമ്മേ. എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഞങ്ങൾക്കതില്ല. എന്തു പറഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. പക്ഷെ ഇപ്പം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് അതിൻ്റെ സമയം ഇതല്ലെന്നാ എൻ്റെ അഭിപ്രായം. നിങ്ങളെ ഇടത്തി കൊണ്ടുപോയാൽ അതോടെ എല്ലാം അവസാനിക്കും. എന്താണോ നീൽ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും. അങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേർക്കും ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമല്ലേ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അധികം സമയം എടുക്കരുത്, വേഗം തിരിച്ചു വരണം. പുറത്തിറങ്ങാൻ പോലും പാറാവ് വേണമെന്നുള്ള അവസ്ഥയായല്ലേ? മൊബൈല് പോലും വാങ്ങി വെച്ചിരിക്കുക അവര്. ശരിക്കും പറഞ്ഞ ജയിലിലാ ഞാനിപ്പോ. പേടിക്കണ്ട, ഈ തടവൊക്കെ ഒരു ദിവസം അവസാനിക്കും. അന്ന് സ്വാതന്ത്ര്യം തേടി പുറത്തു വരുന്ന നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ടായിരിക്കും. അതെനിക്കറിയാം. ഇപ്പോഴെനിക്കതില് ഒട്ടും സംശയമില്ല. പക്ഷേ നീലിന്റെ അവസ്ഥ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഹാപ്പിയല്ലേ? ഒരു ഹോട്ടൽ മുറിയിലാണ് താമസം. ഇനി ഒരു ഫ്ലാറ്റൊക്കെ എടുക്കണം. അതൊന്നും വേണ്ട നീൽ. എത്രയും പെട്ടെന്ന് നീല് തിരിച്ചു പോണം. അത് പറയാനാ, പറഞ്ഞ് സമ്മതിപ്പിക്കാനാ ഇപ്പൊ ഞാൻ വന്നത്. വേദ? അതെ, വേദ തന്നെയാ പറയുന്നത്. തിരിച്ചു പോണം. അല്ലെങ്കിൽ അതിന്റെ കാരണക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. കുടുംബം തകർത്തവള്, ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചവള്. അത്തരം കുറ്റപ്പെടുത്തലുകളൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ എന്റെ വീട്ടുകാരെ ഇറക്കി വിട്ടത്, നിനക്കതിലൊരു പങ്കുമില്ല. എന്ന് വാദിക്കാം. വാദിക്കാൻ മാത്രമേ പറ്റൂ. സത്യം ചകഞ്ഞു പോയാ ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായിട്ട് തെളിയുന്നത് എൻ്റെ മുഖമായിരിക്കും. നമ്മുടെ ആ യാത്ര, അതിന് നിർബന്ധിച്ചത് ഞാനല്ലേ? എന്റെ നിർബന്ധം നീല അനുസരിച്ചതുകൊണ്ടല്ലേ നീലിന് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്? കാരണം ഞാൻ തന്നെയാണ് നീൽ. അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കേണ്ടത് ഞാൻ തന്നെയാണ്. നിന്നെ സ്വാതി വന്ന് കണ്ടിരുന്നോ? ഒരിക്കലുമില്ല. എന്നെ ആരും സ്വാധീനിച്ചിട്ടില്ല. ഇത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ മനസാക്ഷിയുടെ തീരുമാനം. നീൽ എനിക്ക് വേണ്ടി അതനുസരിക്കണം. പക്ഷേ അങ്ങനെ ചെയ്താൽ തോൽക്കുന്നത് അത് ഞാനായിരിക്കും വേദ. ആരും തോൽക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പം നമുക്കൊരു സ്വപ്നമുണ്ട്. മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏട്ടനത് സാധിച്ചു തരണം. പറ്റില്ല. ഞാൻ പ്രതീക്ഷിക്കും, പ്രാർത്ഥിക്കും.